ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിവുള്ളവർക്ക് മാത്രമേ ഇതുപോലത്തെ മക്കളെ നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയുള്ളൂ. അല്ല, ഈ ദിലീപേട്ടനെ വെട്ടാനുള്ള പരിപാടിയാണ്. എനിക്ക് എന്റേതായ പാത വെട്ടിത്തെളിച്ചോണ്ടിരിക്കുന്ന അതെ, സൈഡ് വഴി കയറി ഒന്നാമത് സംവിധായകന്റെയും പ്രൊഡ്യൂസറായ നടന്റെയും ഞാൻ പറയും ഹിറ്റാകുക മനുഷ്യ മുപ്പര് എനിക്കറിയാൻ പാടില്ല. ഹിറ്റാണെങ്കിൽ ഞാൻ നാട് വിടും. ഞാൻ പറഞ്ഞു ഞാൻ നാട് വിടില്ല, ഞാൻ വല്ല എലിവിഷം കഴിക്കും. ഒരു കാര്യമില്ല. ആ വിടവുള്ള പല്ലും മോണകാട്ടിയുള്ള ചിരിയും ആനയെ വലിച്ചു കയറ്റാവുന്ന മൂക്കിന്റെ ദ്വാരവും പിന്നെ ത്രികോണ എന്നുള്ള നടപ്പും കണ്ട ഏത് പെണ്ണ് വരുമെന്ന ഒരു രക്ഷയില്ല. ഇങ്ങനെ ഡേറ്റ് കിട്ടാൻ വേണ്ടി പറന്ന് കിടക്കും. വാനോളം എന്നെങ്ങനെ പുകഴ്ത്തി ഉള്ള സിനിമയും കൂടെ ഇല്ലാതാക്കല്ല. നീയോ വിളിക്കുന്നില്ല. ഒരു പ്രൊഡ്യൂസർ അല്ല എന്നെ എക്സൈറ്റ് ചെയ്യുന്നത്. എന്നെ എക്സൈറ്റ് ചെയ്യുന്നത് എപ്പോഴും എന്നിലുള്ള ആക്ടർ തന്നെയാണ്. കണ്ണൈ കലൈമാനെ കണ്ണിമയിലൻ കണ്ടേ. ജയൻ പാടി അപ്പൊ തന്നെ സ്പോട്ടിൽ ആള് വരച്ചു ജയനെ. ഇതാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവാർഡ് എന്ന് പറയുന്നത്. ഇതാ ആലിപ്പഴം പെറുക്കാൻ തിലിക്കൂടം നിവർത്തി. ആലിപ്പഴം പെറുക്കാൻ തിലിക്കൂടം നിവർത്തി. പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലഞ്ഞാലിക്കുരുവി വഴിവാ. ആലിപ്പഴം പെറുക്കാൻ തിലിക്കൂടം നിവർത്തി. ആലിപ്പഴം പെറുക്കാൻ തിലിക്കൂടം നിവർത്തി. പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലഞ്ഞാലിക്കുരുവി വഴിവാ. ഇന്ന് ഡിസംബർ 3 ഇന്റർനാഷണൽ ഡേ ഓഫ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി. അങ്ങനെയല്ല നാം ഓരോരുത്തരും പറയേണ്ടത്. വ്യത്യസ്തമായ കഴിവുകളും അഭിരുചിയും ഉള്ളവരുടെ ദിനം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് കാണുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അത് കുറച്ചുകൂടി വ്യക്തമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവരുടെ പരിമിതികളെയല്ല, കഴിവുകളെയാണ് നാം ഏവരും മുന്നോട്ട് വെക്കേണ്ടത്. വളരെ സ്നേഹത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ദൈവത്തിന്റെ ഈ സ്വന്തം മക്കളോടൊപ്പമുള്ള ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്സ് ആരംഭിക്കുകയായി. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ-പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ വാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മറ്റൊരു എപ്പിസോഡാ ഈ എപ്പിസോഡ് എന്നാണ് ഞാൻ അനൗൺസ് ചെയ്തത്. അല്ല അങ്ങനെയല്ല, ഇത് ചേട്ടാ അത് അറിയാതെ വായിന്ന് വന്നു പോകുന്ന ക്ഷമിക്കുക. അങ്ങനെ അബദ്ധങ്ങളൊന്നും വായിന്ന് വരരുത്. എന്തായാലും ഒരുപാട് സന്തോഷത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഇത്രയും കൂട്ടുകാർ ഇവിടെ ഉണ്ട്. മോന്റെ പേരെന്താ? ശരത്. ശരത്, നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ശരത്. ശരത്തിന്റെ പാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. ഒരു പാട്ട് പാടിയേ. കാനനവാസ കലിയുഗ വരദ, കാനനവാസ കലിയുഗ വരദ, കാൽത്തളിരിണ കൈ തൊഴുന്നേ നിൻ, കാൽത്തളിരിണ കൈ തൊഴുന്നേ നിൻ, കേശാദിപാദം തൊഴുന്നേ. കാനനവാസ കലിയുഗ വരദ, കാനനവാസ കലിയുഗ വരദ. ശരത്തെ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ തുടക്കം, അടിച്ച് പൊളിച്ചു ഇല്ലേ? ശരത്തിന്റെ ഒറ്റ പാട്ടോടുകൂടി. താങ്ക് യു. ഇനി നമുക്ക് എല്ലാ മക്കൾക്കും അവിടെ ഇരിക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ 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 ഓക്കെ. Tam tam tararam pam 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 tam tam tararam pam pa tare rare rare ra dum dum sedam dum 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 nenjam paadum sangeetham kaadil kekkindrada. ഇന്നത്തെ അതിഥി ആരാന്നറിയാൻ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾ. പറഞ്ഞു. ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് ഇപ്പോ മലയാളക്കര ഒന്നാകെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ചിത്രത്തിന്റെ വിജയം ആഘോഷിക്കാനാണ് അദ്ദേഹം നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത്. അതും വെറും ചിത്രമല്ല, ഹിറ്റ് ചിത്രം. ഒരു ഹിറ്റ് ചിത്രത്തിന്റെ വിജയം ആഘോഷിക്കാൻ വ്യത്യസ്തങ്ങളായ ഒട്ടനവധി വേഷങ്ങളിലൂടെ മലയാളികളുടെ പ്രിയങ്കരനായി മാറിയിരിക്കുന്ന
നമ്മുടെ ഇപ്പൊ തന്നെ ആൾക്കാർക്ക് എല്ലാവർക്കും പിടികിട്ടി. വ്യത്യസ്തത എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. യെസ്, അപ്പൊ അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. നമുക്ക് ലുണാസ് കോമഡി സൂപ്പർ നൈറ്റ് കോപ്രസന്റഡ് ബൈ കരളി TMT സ്റ്റീൽ വാസിന്റെ ഈ ചിരി അരങ്ങിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ജയസൂര്യ. देखो देखो क्या वो पेड़ है, चादर ओढ़े या खड़ा कोई. हे देखो देखो क्या वो पेड़ है, चादर ओढ़े या खड़ा कोई. बारिश है या आसमान ने छोड़ दिए हैं नल खुले कहीं. हो हम जैसे देखे ये जहां है वैसा ही, जैसी नजर अपनी खुल के सोचे आओ. पंख जरा फैलाओ, रंग नए बिखराओ. चलो 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 नए ख्वाब बुन ले. Pasa bam 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 bole bam chika bole aur masti mein dole bam bam bole masti mein dole bam bam bole masti mein tu dole re bam bam bole masti mein dole bam bam bole masti mein tu dole bam bam bole masti mein dole. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ വീണ്ടും സ്വാഗതം സുധിക്ക്. സ്വാഗതം. ആദ്യം ഇവിടെ വന്നപ്പോ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. അതിന്റെ ഒരു കുറവ് കണ്ടില്ലേ? അതിന്റെ അത് നിർത്താൻ വേണ്ടിയിട്ടാണ് രണ്ടാമതൊരു സൂപ്പർ ഹിറ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റിയത്. അതുകൊണ്ട് ആ എപ്പിസോഡ് നന്നായി എന്നാണ് എല്ലാരും പറഞ്ഞത്. അല്ല, ഈ എപ്പിസോഡ് അതിലും അതാണ് ഒരു പെൺ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഭയങ്കരമല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പൊ പ്രേക്ഷക ലക്ഷങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിച്ച ഒരു ചിത്രമാണ് ജയസൂര്യ നായകനായ സുധി വാത്മീകം. ഗംഭീര ചിത്രമാണ്. സിനിമ ഞാൻ കണ്ടു, പറയാൻ വാക്കുകളില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയിൽ ഒരു സീനിലെങ്കിലും ഞാൻ അഭിനയിച്ചിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയ ഒരു സിനിമയാണ് സുധി വാത്മീകം. സൂപ്പർ ഹിറ്റ്. എന്ത് തോന്നുന്നു അതിന്റെ വിജയാഘോഷങ്ങൾ? അണ്ണനെ വിളിക്കായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ലോ, കാരണം ഞാനാണ് അതിന്റെ പ്രൊഡ്യൂസർ. അത്ര ബഡ്ജറ്റ് എനിക്കില്ല. ഇതൊക്കെ കാണുന്ന പോലെ എന്താ മുതൽ കോസ്റ്റ്ലി ഐറ്റമാണ് അടുത്ത് നിൽക്കണത്. എന്നിട്ട് ഇതുവരെ 5 പൈസ തന്നിട്ടില്ല കേട്ടോ. എന്നിട്ട് അണ്ണ വേറെ ഒന്നുമല്ല, എനിക്ക് തോന്നണല്ലോ ഇവിടെ എത്ര പേര് ഇവിടെ കണ്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഒരു പുതിയ പടം റിലീസായി സുധി വാത്മീകം. പക്ഷെ നിങ്ങൾ എല്ലാവരും കാണുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാ പിള്ളേരെയും കൊണ്ട് ഞാൻ ആ സിനിമയ്ക്ക് കൊണ്ടുപോകും. ഇത് എന്റെ ചെലവിൽ തീർച്ചയായിട്ടും. അല്ല, കാശുകൾ ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലോ. കാര്യം അത്രയേറെ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് സുധി വാത്മീക. അത് എല്ലാ കുട്ടികളും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ്. നമ്മളെ ഒരു പോസിറ്റീവിലേക്ക് കൊണ്ടുവരുന്ന ആ സിനിമ. ഏറ്റവും സന്തോഷം തോന്നിയ ജയ, ആ സിനിമ കണ്ട് നമ്മൾ ക്ലൈമാക്സ് കഴിഞ്ഞു ഇറങ്ങിയപ്പോൾ വീണ്ടും ആ ചെറിയ ബ്ലോക്കിൽ താങ്കൾ പ്രസംഗിക്കുന്നവരെയാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഇങ്ങനെ ഇറങ്ങിയ ഓഡിയൻസ് വീണ്ടും തിരിച്ചു വന്ന് അത് കണ്ടിട്ട് ഗംഭീരമായിട്ട് കൈയടിച്ചിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അതൊരു ആ സിനിമയ്ക്ക് കിട്ടുന്ന, അതല്ലെങ്കിൽ അഭിനയിച്ചവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. അത് ആ കൈയടി കിട്ടിയപ്പോൾ എന്ത് സന്തോഷം തോന്നി? അല്ല, അത് എനിക്ക് തോന്നുന്നത് രഞ്ജിത്ത് ശങ്കറിന്റെ ബ്രില്യൻ്റ് ആയിട്ടുള്ള എഴുത്ത് കൊണ്ടാണ്. കാരണം ലാസ്റ്റ് പറഞ്ഞു നിൽക്കുന്ന അതിൻ്റെ അകത്തൊരു വേർഡ് ഉണ്ട്. കാരണം സച്ചിൻ ടെണ്ടുൽക്കർ ആകുക അല്ലെങ്കിൽ അമീർ ഖാനെ പോലെ ആകുക അതല്ല നമ്മുടെ ആവശ്യം, നമ്മളാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം എന്നുള്ളതാണ്. കാരണം നമ്മളൊക്കെ മറ്റുള്ളവരെ നോക്കി അനുകരിക്കും, വേണ്ട, മറ്റുള്ളവരെ നോക്കി അനുകരിച്ചാൽ നമുക്ക് അതിൻ്റെ പകുതിയെ വളരാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നമുക്ക് നമ്മളിലേക്ക് നോക്കാൻ പറ്റിയാൽ
നമ്മുടെ ഉള്ളിലുള്ള ഹീറോയെ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്ന് കാണിച്ചു തരുന്ന സിനിമയാണ് സുദീപ് ആത്മീകം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും, ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ അച്ഛൻ അല്ലെങ്കിൽ അമ്മമാര് ഒരു പരിധിവരെ ഒരു കാര്യം തിരിച്ചറിയണം. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിവുള്ളവർക്ക് മാത്രമേ ഇതുപോലത്തെ മക്കളെ നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയുള്ളൂ. അതിനകത്ത് ഒരു തർക്കവുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങളാണ് ഇന്നത്തെ താരങ്ങൾ ഇവിടുത്തെ. ജയൻ ഇതിനു മുമ്പ് ഇവിടെ വന്നുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അപ്പൊ ഇനി ഇവിടെ നടക്കുന്ന കോമഡി ലൈവായിട്ടൊന്ന് കാണണ്ടേ? അയ്യോ, അതിനു വേണ്ടി കൂടിയല്ല ഞാൻ വന്നത്. തീർച്ചയായിട്ടും. അപ്പൊ സമയം നമ്മുടെ ഗസ്റ്റ് സീറ്റിലേക്ക്. താങ്ക് യു. ഇങ്ങോട്ട് വരുമെന്നാണല്ലോ പറഞ്ഞ പുള്ളിക്കാരൻ. ഈ ചന്ദ്രൻ ചേട്ടനെ കണ്ടില്ല? ഈ റിട്ടയർഡ് പട്ടാളക്കാരനാണ്. കണ്ടില്ല? ആരും കണ്ടിട്ടില്ല? ഈ അടുത്ത സമയത്ത് പുള്ളിക്ക് ഒരു അവാർഡ് കിട്ടിയായിരുന്നു, ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടിയായിരുന്നു. കണ്ടില്ല? പുള്ളി വൈഫും കൂടെയാണ് ഇങ്ങോട്ട് വരുന്നതെന്നാണ് പറഞ്ഞത്. ഞാനിത് ഇവിടെ കാണുമെന്നുള്ള ചന്ദ്രൻ ചേട്ടൻ എവിടെയെങ്കിലും ഉണ്ടാവും പുള്ളി. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. പുള്ളി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ആളാണ് ചന്ദ്രൻ ചേട്ടൻ. ഹലോ ചന്ദ്രൻ ചേട്ടൻ. ആരാ അവിടെ കിടന്ന് വേളം നോക്കുന്നത്? ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? എവിടെ ഇത്? വേളം നോക്കാൻ തന്നെയാണ്. വാ ഇങ്ങോട്ട്. അതല്ലേ വേണ്ടത്? അങ്ങനല്ലേ ചെയ്യുന്നത്? ഞാൻ നിൽക്കുന്നിടത്ത് എന്നെ തിരക്കാൻ നല്ല. അതെ, വന്നാ ഇങ്ങോട്ട് വാ. അരെ മന്ദസമീനനി ഒഴുകി ഒഴുകി എത്തുമ്പോൾ എന്തു കോപം നീ, മന്ദസ്മിതങ്ങൾ നമ്മെ മാടി വിളിക്കുന്നല്ലോ, എന്തു കോപം നീ, എന്തു കോപം നീ. നീ എന്നെ തിരക്കി വന്നത്? ആ, ചന്ദ്രൻ ചേട്ടനെ തിരക്കി വന്നാണ്. എന്നെ തിരക്കി വന്നു? ഓ, ചന്ദ്രൻ ചേട്ടനെ തിരക്കി വന്നാണ്. അത് ശരി. ആ, ആരാ മനസ്സിലായില്ലല്ലോ? ചേട്ടാ, ഞാൻ മാമ്പഴത്തിൽ നിന്ന് വരുവാൻ. മാമ്പഴത്തിൽ നിന്ന് വരാൻ നീ എന്തോ കുണ്ടളപ്പുഴു? അതല്ല, പിന്നെ മാമ്പഴം വാരികയെന്ന് വരികയാണ്. അതെ, രണ്ടൊരുത്തരും ഇവിടെ മാമ്പഴം മാറ്റിക്കൊണ്ട് പോകാൻ വന്നിരിക്കുന്നു. സുരാജേ, അശ്വതി, ഇവിടെ ആരുമില്ലേ? നമ്മുടെ മാമ്പഴം എല്ലാം മാറ്റിക്കൊണ്ട് പോകാൻ വന്നിരിക്കുന്നു. ഞങ്ങളുടെ ഇവിടെ വന്ന് മാമ്പഴം മാറ്റിക്കൊണ്ട് പോകാൻ നിനക്ക് ധൈര്യമുള്ളൂടാ? മാമ്പഴം വാരിക എന്ന് പറഞ്ഞാൽ ആഴ്ച പതിപ്പ്. ആഴ്ച വന്ന് പതിക്കാൻ നീ എന്തോടാ പിരിവുകാരൻ നന്നാക്കി? ചേട്ടാ, എന്റെ വീട്ടിൽ വന്ന് മാമ്പഴം മാറാൻ നിനക്ക് ചേട്ടാ വീക്കിലി. വീക്ക് കൊള്ളാത്തതിന്റെ അസുഖം എനിക്ക് മനസ്സിലായി. നീ വന്നതെന്ന് വെച്ച കാര്യം എന്തോന്നില്ല പറഞ്ഞാൽ മതി. ചേട്ടാ, പത്രം കേട്ടിട്ടുണ്ടോ? പത്രം? ആ, പത്രത്തിന്റെ ആളാ. പത്രക്കാരനാണോ? ആ, പത്രക്കാരനാണെങ്കിൽ വന്ന് പത്രം ഇട്ടു വേണം, അല്ലാതെ ഇവിടുത്തെ മാമ്പഴം മാറിക്കൊണ്ട് പോകാല്ലേ വേണ്ടത്. വീട്ടിൽ രാവിലെ വന്ന് പത്രം ഇടാൻ വന്നോ? ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? ചേട്ടാ, ജേർണലിസ്റ്റ് ആണ്. ജേർണലിസ്റ്റ് ആണ്. ഏത് ലിസ്റ്റ്? ജേർണലിസ്റ്റ്. ചേട്ടൻ ഇപ്പൊ അടുത്ത സമയത്ത് ഒരു ധീരതയ്ക്ക് അവാർഡ് മേടിച്ചില്ലേ? അതെ, അപ്പൊ അതിലേക്കുള്ള അവാർഡ് മേടിച്ച ആളാണ് ഞാൻ. കിട്ടിയല്ലോ. മിലിറ്ററി ചന്ദ്രൻ. ആ, അപ്പൊ ചന്ദ്രൻ ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അത് ശരി. ആ, അപ്പൊ ചേട്ടനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇന്റർവ്യൂ ചെയ്യാൻ വന്നാണ്. അയ്യോ അയ്യോ, എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നാണ്. ഇതല്ലേ ഇവിടെ ആദ്യം പറയുന്നത്? അതെന്താണ്? ഇത് ഞാനൊന്ന് പ്രിപ്പയർഡ് ആയില്ലല്ലോ ഇതുവരെ. ട്രിപ്രയർ പോവാണോ? പ്രിപ്പയർ പോവാൻ ആര്? ഇപ്പൊ ചേട്ടനല്ലേ പറഞ്ഞ ട്രിപ്രയർ പോവാന്ന്? പ്രിപ്പയർ പോവാന്നല്ല പറഞ്ഞത്. പിന്നെ എടാ, ഞാനൊന്ന് പ്രിപ്പയർഡ് ആയില്ലല്ലോ, ഇന്റർവ്യൂവിന് തയ്യാറെടുത്തില്ലല്ലോ. ഓ, തയ്യാറായിട്ടില്ലെന്നാണ്. നീ എന്നെ ഇന്റർവ്യൂ വന്നായിരുന്നു. അല്ല, അത് ഇതല്ല, വീഡിയോ എടുക്കുമല്ലേ ചേട്ടാ? ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ഒരു പാട്ടോട് കൂടി അങ്ങ് ഇന്റർവ്യൂ തുടങ്ങാം. അല്ല ചേട്ടാ, പാട്ട് പാടിക്കഴിഞ്ഞാലേ ഇതിപ്പോ ആൾക്കാർക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാനിത് എഴുതിയെടുത്ത് ഇത് വായിക്കാനല്ലേ പറ്റൂ. അതെ, അപ്പൊ പിന്നെ പാട്ട് പാടിയിട്ട് കാര്യമില്ലല്ലോ. അതിനെന്താ കുഴപ്പം? ഞാൻ പാട്ട് പാടുന്നു, നീ ആ ട്യൂണിൽ അങ്ങ് എഴുതിയെടുത്താൽ മതി. വായിക്കുന്നവർ ആ ട്യൂണിൽ വായിച്ചോളും. അങ്ങനെ ചെയ്യാനൊക്കത്തില്ല. അതെങ്ങനെ ട്യൂണിൽ എഴുതിയെടുക്കുന്നത്? നീ എന്തോ പത്രക്കാരനാടാ. അതെ, എങ്ങനെയല്ല എന്നാ പാട്. ട്യൂണിൽ എഴുതിയെടുക്കാൻ അറിയത്തില്ല? എന്നാ പാട് ചേട്ടാ, ഞാൻ പാടിത്തരാം. അരെ മന്ദസമീനണി ഒഴുകി ഒഴുകി എത്തുമ്പോൾ എന്തു കോപം നീ, അരെ മന്ദസ്മിതങ്ങൾ നിന്നെ മാടി വിളിക്കുന്നല്ലോ, എന്തു കോപം നീ, എന്തു കോപം നീ.
പാട്ട് കൊള്ളാം. ഞാൻ എല്ലാം എഴുതി എടുത്തിട്ടുണ്ട്. ചേട്ടന്റെ ഈ ധീരതയ്ക്ക് അവാർഡ് കിട്ടിയപ്പോ അവാർഡ് കിട്ടിയതാ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പത്രത്തിൽ ഇട്ട് ചേട്ടനെ ഒന്ന് പോപ്പുലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടി തന്നെ വന്നേക്കുന്നത്. ആയിക്കോട്ടെ, ഇന്റർവ്യൂ എടുത്തോളൂ, ചോദിച്ചോളൂ. അപ്പൊ ചേട്ടന്റെ പട്ടാള ജീവിതത്തിലെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ആയിക്കോട്ടെ, ചേട്ടന്റെ പട്ടാള ജീവിതത്തിൽ ചേട്ടന് മറക്കാനാകാത്ത സംഭവം. മറക്കാനാവാത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്, നിരവധി അനവധിയാണ്. അത് ഒരുപാടൊന്നും നമുക്ക് വേണ്ട. ഒറ്റപ്പാട്ട് സംഭവം, നമുക്ക് ഒറ്റ സംഭവം. ഒറ്റപ്പാടുണ്ട്, ഒറ്റപ്പാട്ട്. ഒരുപാട് വേണ്ട, ഒരു സംഭവം മറക്കാനാകാത്ത ഒരു സംഭവം. ഒരു സംഭവം പിന്നെ ഒരു സംഭവം പറയാം. എനിക്ക് മറക്കാനാകാത്ത സംഭവം എന്ന് പറയുമ്പം ഞാൻ ഇന്ത്യയും പാകിസ്ഥാനിന്റെ അതിർത്തി ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം മിലിറ്ററി ക്യാമ്പിന്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ പാകിസ്ഥാന്റെ അതിർത്തി നിന്ന് ഒരു പാകിസ്ഥാൻ പട്ടാളക്കാരൻ എന്റെ നേരെ അറഞ്ചം പുറഞ്ചം വെടിവെച്ചു. ദുര വെടിവെച്ചു. എന്നിട്ട് ചേട്ടനൊന്നും പറ്റിയില്ലേ? എന്റെ ദേഹത്ത് ഒറ്റയെണ്ണം പോലും കൊണ്ടില്ല. ആണല്ലേ? എന്റെ ദേഹത്ത് ഒറ്റയെണ്ണം പോലും കൊണ്ടില്ല. എന്നാ ആ സമയത്ത് അവനെ വെടിവെച്ച് ചേട്ടൻ ഇട്ടൂടെ? എന്ത് മണ്ടത്തിലാടായി പറയുന്നത്? അതെന്താ? ഞാൻ അവനെ വെടിവെച്ച് വന്നാൽ അതിന് പകരം ഉന്നമുള്ളൊരു പാകിസ്ഥാൻ പട്ടാളക്കാരൻ അവിടെ വരും. എന്നിട്ട് വേണം അവൻ എന്നെ വെടിവെച്ച് കൊല്ലാൻ. അതുകൊണ്ടാ ഞാൻ അവനെ വെടിവെച്ച് കൊല്ലാത്തത്. അതുപോലെ വേറെ കാര്യം ചോദിച്ചത്, ഈ പട്ടാളത്തിൽ ഈ പട്ടാളക്കാരനൊക്കെ ദൈവവിശ്വാസികളാണോ? അവരൊക്കെ ദൈവവിശ്വാസികൾ? ഞങ്ങളും മനുഷ്യരില്ലടാ, ഞങ്ങൾ തടി കൊണ്ട് പണിഞ്ഞാണോ? അല്ല, ഞാൻ ചോദിച്ചത് ദൈവവിശ്വാസികൾ പലരും. പട്ടാളക്കാർക്ക് ദൈവവിശ്വാസം പാടില്ലേ? ദൈവവിശ്വാസം ഉണ്ട്. ദൈവവിശ്വാസം ഉള്ളവരാണ് ഞങ്ങൾ, നിങ്ങളെ പോലെ. ആണല്ലേ? നിനക്കറിയോ, ഞങ്ങളുടെ മേജറിന് സ്വന്തമായി ക്ഷേത്രം വരെ ഉണ്ട്. അറിയോ? സ്വന്തമായിട്ട് ക്ഷേത്രം? ഞങ്ങളുടെ മേജറിന്. അതേത് ക്ഷേത്രം? മേജർ മഹാദേവ ക്ഷേത്രം. അതുപോലെ തന്നെ ഞങ്ങളുടെ മേജറിന്റെ പേരിൽ ഒരു കലാരൂപം തന്നെ ഉണ്ട്. മേജറിന്റെ പേര് കലാരൂപം? അതേത് കലാരൂപം? മേജർ സെറ്റ് കഥകളി. മേജർ സെറ്റ് കഥകളി. ഇതൊക്കെയുള്ള മേജർ ഇപ്പൊ എവിടെയാണ്? മേജർ ഇപ്പൊ ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റിലാണ്. ഇപ്പൊ ധീരതയ്ക്കുള്ള അവാർഡാണല്ലോ ചേട്ടന് കിട്ടിയിരിക്കുന്നത്. അതെ, ധീരതയ്ക്കുള്ള അവാർഡ് മേടിച്ച ആളാണ് ഞാൻ. ചന്ദ്രൻ എന്നാണ് പേര്. ആ ഒരു സംഭവം ഒന്ന് വിവരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായനക്കാർക്ക് വേണ്ടി അതൊന്ന് കുറിച്ചെടുക്കാം. സത്യത്തിൽ തന്നെ മോനെ, ഞാനൊരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പൊട്ടക്കിണറ്റില്, ഞങ്ങളുടെ പഞ്ചായത്തിലെ ഒരു പൊട്ടക്കിണറ്റിൽ ഒരു കുഞ്ഞു വേണം. അപ്പൊ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടി ഓടിക്കൂടി ഈ കിണറിന് ചുറ്റും ഇങ്ങനെ താഴോട്ട് കിണറിനോട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പൊ കുഞ്ഞെന്തോന്നറിയോ, ശ്വാസം കിട്ടാതെ അതിനകത്ത് കിടന്ന് മുക്കളിയിടുകയാണ്. മുക്കളിയിടാണോ ശ്വാസം കിട്ടാതെ? അപ്പൊ ഞാൻ ഈ നാട്ടുകാരുടെ കൂടെ കണ്ടുകൊണ്ടിരുന്ന എന്നെ ഈ കിണറ്റിലോട്ട് ഏതവനാ തള്ളിയിട്ടെന്ന് എനിക്കറിയണം. ആ പരിപാടി കാണിച്ചു എന്റെ ജീവൻ വെച്ചാണ് അവൻ കളിച്ചത്. ഭാഗ്യത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടത്. അറിയോ? അപ്പൊ ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങിയതല്ല, അല്ല, ചേട്ടനെ തള്ളിയിട്ടതാണ്. അപ്പൊ ഇതാണ് ഞാൻ ഇത്ര നേരം കുറിച്ചെടുത്തോണ്ടിരുന്നത്. അപ്പൊ ഇതൊന്നും ഞാൻ പത്രത്തിലൊന്നും ഞാൻ കൊടുക്കത്തില്ല. അതെന്തിനാണ് വലിച്ചേരി കളയുന്നത്? അതിന്റെ ആവശ്യമില്ല. അയ്യോ, അത് വലിച്ചേരി കളയരുത്. ആ ചേട്ടന്റെ കഥയല്ലേ, കഥയൊക്കെ ചേട്ടന്റെ കൈ വെച്ചാൽ മതി. കഥയല്ലെന്ന് വേറെ ഉണ്ട്. വേറെ വേണ്ട. എനിക്ക് ചേട്ടന്റെ കഥയൊന്നും കേൾക്കണ്ട. വേണ്ട, കള്ളക്കഥ എനിക്ക് കേൾക്കണ്ട ചേട്ടന്റെ. അരെ മന്ദസ്മിതങ്ങൾ നിന്നെ മാടി വിളിക്കുന്നല്ലോ, എന്തു കോപം നീ, എന്തു കോപം നീ. ചേട്ടാ തകർത്തു, അടിപൊളി സ്കിറ്റായിരുന്നു. എല്ലാവർക്കും ഇഷ്ടായില്ലേ? ഉല്ലാസേട്ടൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച പെർഫോമൻസുകൾ ഒന്നും തന്നെ പറയാം. അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു, നല്ലതായിട്ട് ഇഷ്ടായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ പെർഫോമൻസ് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചാലോ? തീർച്ചയായിട്ടും. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അശ്വതി വന്ന് കറക്റ്റായിട്ട് അഭിപ്രായം പറഞ്ഞു. പക്ഷെ ഇത് ഇഷ്ടപ്പെടാത്ത ചില ടീമുകളുണ്ട്. ഇവിടെ ചില ആൾക്കാരുണ്ട്, അസൂയുള്ള ആൾക്കാരുണ്ട്. അശ്വതിക്കൊരു സംഭവം അറിയോ? എന്നെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചു. നമ്മുടെ അവതാരകനുണ്ടല്ലോ സുരാജിന്റെ കൂട്ടുകാരുടെ അമ്പലത്തിന് വേണ്ടി ഒരു പരിപാടിക്ക് ക്ഷണിച്ചു. അപ്പൊ സുരാജിനെയാണ് വിളിച്ചു ചോദിച്ചത്. സുരാജ് അവരോട് പറഞ്ഞെന്നറിയോ? ഉല്ലാസിന്റെ പരിപാടിയൊക്കെ ബുക്ക് ചെയ്യുന്ന കൊള്ളാം, ആള് ഭയങ്കര കള്ളുകുടിയനാണ്. സുരാജ് പറഞ്ഞത് ഇങ്ങനെ ഒരു കലാകാരൻ പറയാൻ പാടുണ്ടോ? നമ്മുടെ ഈ സ്റ്റേറ്റ് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ, ഇങ്ങനെ ഒരു കലാകാരനെ കുറിച്ച് പറയാനുണ്ടോ? അവർ ആ പരിപാടി ക്യാൻസൽ ചെയ്തെന്ന്. സുരാജ് സിനിമ നടനൊക്കെ ആയിരിക്കും, പക്ഷേ ഞങ്ങള് പാവപ്പെട്ട ആർട്ടിസ്റ്റുകൾ സ്റ്റേജിൽ കൊണ്ടാണ് ജീവിക്കുന്നത്. സുരാജ് ഇങ്ങനത്തെ പരിപാടി കാണിക്കാൻ വേണ്ട. അസലായിരുന്നു കേട്ടോ. അതുകൊള്ളാം. ഇപ്പൊ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ പറയും, കഴിഞ്ഞ് മാറ്റി പറയും. ഇല്ലാന്ന് ഞാൻ അവിടെ ഇരുന്ന് കൈയടിച്ചത് ഇവിടെ എല്ലാവരും കണ്ടല്ലോ. കൈയടിക്കുന്ന കാണാം, പിന്നെ ഇങ്ങനെ പല്ലി ഇറുമ്പെന്ന് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ പല്ലി ഇറുമ്പിയതല്ല, ഞാൻ ഒരു കാര്യം വായിക്കകത്ത് എന്താ പോയ ഇങ്ങനെ ആക്കിയതാ. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കൂട്ടുകാരുടെ അമ്പലത്തിലേക്ക് ഒരു പരിപാടിക്ക് വിളിച്ചായിരുന്നു. അതെ, ശശിയുടെ എന്റെ പരിപാടി. എന്താ പറഞ്ഞു കൊടുത്തേ? ഞാൻ പറഞ്ഞു നല്ല ഉഗ്രം പ്രോഗ്രാമാണ്, അദ്ദേഹത്തിന്റെ കള്ളുകൂടി കള്ളുകൂടിയാണെന്ന് പറഞ്ഞു. ഞാൻ കള്ളുകൂടി ആ പരിപാടി കള്ളുകൂടിയെന്നല്ല പറഞ്ഞത്, അങ്ങനെ പറഞ്ഞത്. എന്റെ ലൈഫിൽ ഇത്രയും മനോഹരമായിട്ട് കള്ളുകൂടിയനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഇല്ല എന്നാണ് അദ്ദേഹത്തിന്. കള്ളത്തരം പറയുന്നത് കേട്ടോ.
ഒരു കാര്യം മനസ്സിലാക്കി എടോ, തന്നെ ഇഷ്ടം- പന്തളത്തുകാരോട് നിങ്ങൾക്ക് ഒരു ഇച്ചിരി സ്നേഹമൊക്കെ വേണ്ട. പന്തളത്തുകാരോട് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട്. വേണോ? ആ. പന്തളത്തുകാരോട് നിങ്ങൾക്ക് ഒരു ബന്ധമുണ്ട്, അറിയാമോ? എന്താ? ദേശീയ അവാർഡ് ഡോക്ടർ ബിജു പന്തളത്തുകാരനാണ്. ആ, ആ പന്തളത്തുകാരോടാണ് ഇങ്ങനെ കാണിക്കുന്നത്. എടോ, അതിലും താൻ അഭിനയിച്ചല്ലോ. അത് ഞാൻ പറഞ്ഞിട്ടാ. അതിൽ കള്ളുകൂടിയനല്ലേ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ പടത്തിന്. ആ, അതെ. പിന്നെ എന്തിനാ? എടോ, എനിക്ക് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, ഇങ്ങനെ പാര വെക്കരുത്. എടോ, ഞാൻ ഒന്ന് പറയട്ടെ. വേണ്ട, ഏയ്, വേണ്ട, വേണ്ട. ഈ 3-ാം തീയതിയുള്ള ഷോയ്ക്ക് ഞാൻ തന്നെ ബുക്ക് ചെയ്തില്ലേ? ഷോ ഒക്കെ പിടിച്ചിട്ട് വരണം. ഹലോ, ഉല്ലാസാണോ? ഷോ പിടിച്ചിട്ട് വിളിക്കും. 2 സ്കിറ്റ് വന്ന് ഇനി വിളിക്കും കേട്ടോ, ഞാൻ വരാം. സ്കിറ്റിന് വിളിക്കും. ഇയാളെ പോറോ. ഇതെന്ത് പാടില്ല. വെഞ്ഞാറമൂട് മാത്രമല്ല, കേരളം കംപ്ലീറ്റ് നല്ല ചൂടിലാ. അതല്ല, രാജവഞ്ഞാറമൂട് ഭയങ്കര ചൂടിലാണല്ലോ. ആ, ചിലപ്പോ ചൂടായിരിക്കും. ഞാനാണ് റവറന്റ് റബ്ബർ ബാൻഡ്. റബ്ബർ ബാൻഡ് അല്ല, പിന്നെ? റവറൻ ഫാദർ ജെയിംസ് ഹേർത്തേല്. അതെന്താ ഏത്തേല്? ഞാനിങ്ങനെ പോന വഴിക്ക് ഒരു ഇഞ്ചിക്കോള കഴിച്ചു. ഇഞ്ചിക്കോളെ? ആ, അതിന്റെ ഏമ്പൊക്കെ ഇപ്പഴാ പോയത്. അത് ശരി. ഇതാണ് മാത്തുക്കുട്ടി. ആ, മത്തി കൂട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് കൈ കഴുകണം, ഇല്ലെങ്കിൽ സ്മെല്ല് ഇങ്ങനെ വന്നോണ്ടിരിക്കും. മത്തിക്കുട്ടിയല്ല, മാത്തുക്കുട്ടി. ഓ, മാത്തുക്കുട്ടി. ആ, 35 വർഷമായിട്ട് അമേരിക്കയിലായിരുന്നു. വന്നിട്ട് 1.5 മാസമേ ഉള്ളൂ. എന്നെ ചോദിച്ചു നടക്കുക. മാത്തുക്കുട്ടി. ഓ, സുരാജ് നമസ്കാരം. അപ്പൊ അച്ഛനെല്ലാം പറഞ്ഞു, അതായത് ഞാൻ മാത്തുക്കുട്ടി, നമ്മുടെ പ്രോഗ്രാം, അതായത് ഞങ്ങളുടെ ഇടവകയിലെ ഈ ക്രിസ്മസിന്റെ പരിപാടി എല്ലാം സ്പോൺസർ ചെയ്തേക്കുന്നത് ഞങ്ങളാണ്. പൈസ നമുക്ക് വിഷയമില്ല. അപ്പൊ അച്ഛനെല്ലാം വിവരങ്ങളെല്ലാം പറഞ്ഞോളൂ. നമുക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്, പുള്ളിക്കാരൻ പറഞ്ഞോളൂ. ഓക്കെ. അതെ സുരാജേ, നമ്മൾക്കേ ഒരു കാര്യം പറയാം. പറഞ്ഞോ. നമുക്ക് ഇവിടുന്ന് നല്ലൊരു ആർട്ടിസ്റ്റിനെ ഞങ്ങളുടെ പരിപാടിക്ക് വേണം. ആരെ വേണമെന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഉല്ലാസ് പന്തളത്തെ മതി, അതാ നല്ലത്. ആരെ? ഉല്ലാസ് പന്തളം. ഉല്ലാസ് പന്തളം. ഒരു നിമിഷം അച്ഛൻ. ആയിക്കോട്ടെ. ഇവിടെ വന്ന്. ഒരു കാരണവശാലും ഉല്ലാസ് പന്തളത്തിന് ഈ പ്രോഗ്രാം പിടിച്ചു കൊടുക്കരുത്. അങ്ങനെയൊക്കെ ചെയ്യുമോ ചേട്ടാ? അങ്ങനെ ചെയ്യണം. ഇങ്ങോട്ട് ചെയ്യുമ്പോൾ നമ്മളും തിരിച്ചു ചെയ്യണം. അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും. ഞാൻ സിനിമയുടെ ഡേറ്റ്, ഇവിടുത്തെ ഡേറ്റ് എല്ലാം മാറ്റി വെച്ച് ഞാൻ ആ ഷോയ്ക്ക് പോവാം. നീ എന്ന് പറയും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ്. ചേട്ടൻ പോവോ? ആ, അച്ഛാ, അല്ല എന്തായാലും നിങ്ങളുടെ ഇടവകക്കാര് ഭാഗ്യം ചെയ്തവരാ. നിങ്ങൾ ഇവിടെ ആരെ അന്വേഷിച്ചാ വന്നത്? ഉല്ലാസ് പന്തളത്തിന്. പക്ഷെ ഇപ്പൊ ആരാ വരാൻ പോകുന്നത്? മലയാള സിനിമയുടെ അഭിമാന താരമായ നമ്മുടെ സ്വന്തം സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണിയാണോ? അല്ല അച്ഛാ, സുരാജ് വെഞ്ഞാറമൂട്. അതെ. സുരാജ് ഏട്ടൻ അന്നത്തെ ദിവസം ഫ്രീ ആണ്. സുരാജ് വെഞ്ഞാറമൂടോ? സത്യമാണോ? സത്യമായിട്ടും. നീ മാറ്റി പറയരുത്. ഇല്ല. എന്നാ കൈയടിച്ചൊന്ന് കുറിച്ചിട്ട് ഞാനാണല്ലോ അല്ലേ? അയ്യോ, ഇന്ന ഇവനെ ഒന്ന് പേടിപ്പിക്കണം. എടാ മാത്തുക്കുട്ടി, എടാ നമുക്ക് സുരാജ് ഫ്രീ ആണ്. സുരാജ് ഫ്രീ ആണ്. സുരാജ്, ഈ ഹാസ്യ സാമ്രാട്ട് സുരാജ് എവിടെ വരും? നമ്മുടെ പള്ളി വരും. നമ്മുടെ പള്ളി വരും. വേണ്ട, വേണ്ട. എടാ നീ അച്ഛൻ, ഞാൻ ഈ പരിപാടി പ്ലാൻ ചെയ്തെങ്കിൽ അവിടെ പ്ലാൻ ചെയ്തേക്കുന്ന ഉല്ലാസിനെയാണ്. ഉല്ലാസ് അല്ലാതെ വേറെ ആരെയും വെച്ച് ഞാൻ പരിപാടി ചെയ്യത്തുമില്ല. അങ്ങനെ ഞാൻ ഈ സ്പോൺസർഷിപ്പിൽ നിന്ന് പിന്മാറും. മാത്തുക്കുട്ടി വന്ന മഹാലക്ഷ്മിയെ കാലുകൊണ്ട് തട്ടിക്കളയില്ലേ? മഹാലക്ഷ്മി അല്ല, സുരാജ്. അതെ സുരാജേ, സുരാജ് വെഞ്ഞാറമൂട്. അതിന്റെ സംഭവം എന്നാണെന്നറിയോ? ഇവന് ഈ പൈസ ഉണ്ടെന്നല്ലാതെ തലയ്ക്കകത്ത് മുഴുവൻ കളിമണ്ണ. യാതൊരു ബോധവും. അതെനിക്ക് മനസ്സിലായി. നമുക്ക് ഉല്ലാസിനെ മതി എന്നാണ് അവൻ പറയുന്നത്. പൈസ ഉല്ലാസിനെ കൊണ്ടുപോക്കുള്ളൂ. പക്ഷെ വന്നില്ല, സമയത്തിന് അവിടെ എത്തിയില്ല, പ്രോഗ്രാം തെറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഒന്നും മെനക്കെടുത്തിക്കരുത്, കോളേ ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ തന്നെ വെച്ച് അനുഭവിച്ചോ കേട്ടാ. എന്നോടൊന്നും തോന്നരുത്. എന്നോടൊന്നും തോന്നരുത്. ശരി, എന്നോടും തോന്നരുത്. എന്താണ് എന്തിനാന്ന് പറയുന്നത്? വന്നേ പറയട്ടെന്ന്. എന്തോ കാര്യം പറയണ. ജാട എന്ന് പറഞ്ഞാൽ ഒരു രീതിയിൽ ജാട കുറയ്ക്കരുത്. എന്തിനാ ജാട എടുക്കുന്നത്? നല്ല ജാട പണി. അമേരിക്കക്കാരനാണ് സ്പോൺസർ. ഇത് ജാട എടുത്തു കഴിഞ്ഞാൽ ഉള്ള പരിപാടി വീട്ടിലാക്കാണോ? ഇല്ല, ഞാൻ അറിഞ്ഞേക്കുന്നത് എന്താണെന്നറിയോ? സുരാജ് വെഞ്ഞാറമൂട് വന്നോട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് അവര് പറഞ്ഞു വേണ്ട, ഞങ്ങൾക്ക് ഉല്ലാസ് പന്തളത്തിനെ മാത്രം മതി എന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജാട എടുക്കാം. നല്ല ജാട വേണം, എന്നാലും പൈസ ഊരി മേടിക്കാൻ പറ്റുന്നത്. ഈ കണ്ണാടി വെച്ചോണം. കണ്ണാടിയൊക്കെ വെച്ചോണ്ട് കഴിഞ്ഞാൽ ജാട ടീം വന്ന് പേരിക്കും ജാട വേണ്ടെന്ന്. നമുക്ക് അമേരിക്കക്കാരനാണ്, അയാളുടെ മുന്നിൽ കണ്ണാടിയൊക്കെ വെച്ചാലേ പൈസ ഊരി മേടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണോ? നല്ല ജാട വെച്ച് സ്റ്റൈലി വേണം നടന്നു പോയി. എന്നിട്ട് അവരെന്ത്? അവരിതേ ഉണ്ട്, അവരിവിടെ ഉണ്ടെന്നേ. നല്ല ജാട. ഓ, നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഈ കുന്തമൊന്നും വെക്കണ്ട. ഉല്ലാസ് പന്തളം, ഉല്ലാസ് പന്തളം. മാത്തുക്കുട്ടി, ഇതാണ് ഉല്ലാസ് പന്തളം. Mr. Ullas, very nice to meet you. Your program is very good and marvelous. നീ അല്ലേ പറഞ്ഞ അവര് പരിപാടി കണ്ട് ഇഷ്ടപ്പെട്ടു വന്നാന്ന്? കണ്ട് ഇംഗ്ലീഷിൽ പച്ചക്ക് തെറി വിളിക്കുന്നു. മാർവലസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപാടി ഇഷ്ടമാണ്, നല്ലതാന്നാ പറഞ്ഞത്. അങ്ങനെയാണോ? ഒരു പ്രശ്നമില്ല. ഏതാണ്ട് നമ്മുടെ വിവരം പറഞ്ഞത് മറ്റേ പരിപാടിയുടെ അതെ കാര്യങ്ങൾ. ഉല്ലാസേ, ഞങ്ങളുടെ
ഈ ഡിസംബർ മാസത്തിലെ പരിപാടിക്ക് ഉല്ലാസിനെ ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നു. ഉല്ലാസ് അതുകൊണ്ട് ഞങ്ങളുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. ക്രിസ്മസിന്റെ പരിപാടിക്ക് ഉല്ലാസ് പങ്കെടുക്കണം. എനിക്ക് പറ്റില്ല, എനിക്ക് സമയമില്ല. അതിനാ ഡിസംബറിൽ എനിക്ക് സമയമില്ല, ഡേറ്റ് ഇല്ല. ഉല്ലാസെ ഞാൻ പറയുന്ന കേക്ക്. ഡിസംബറിൽ ഉല്ലാസിന് നല്ലൊരു പരിപാടിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇത് അമേരിക്കയിലുള്ള സ്പോൺസറാണ്. ഈ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്ക നേരെ ഉല്ലാസിനെ കൊണ്ടാവും. ഒരു ട്രിപ്പ് ഉണ്ട്. ആ എല്ലാം ഉണ്ട്. ഞങ്ങളുടെ രൂപതയിലുള്ള എല്ലാരും കാത്തിരിക്കും, അവിടുത്തെ ആൾക്കാർ വരെ ഉണ്ട്. അപ്പൊ നിങ്ങൾ സുരാജിന്റെ പരിപാടി വേണ്ടെന്ന് വെച്ചിട്ടാണോ എന്നെ വിളിച്ചത്? അതൊന്ന് ഉറക്കെ പറയുന്നേ, ചിലരൊക്കെ ഒന്ന് കേക്കട്ടെ. ഉറക്കെ പറയട്ടോ ഒന്ന്. അതെ, സുരാജിനെ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഉല്ലാസിനെ ഈ സ്പോൺസർ ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ശ്രമിക്കാം, വരാൻ ശ്രമിക്കാം. ഞാൻ വരാം. രൂപതക്കാർ മൊത്തം ഉണ്ട് കേട്ടോ. നിങ്ങൾ ഏത് രൂപതയാ? ഞങ്ങൾ പാലാ രൂപത. അപ്പൊ ഒരുപാട് രൂപ തരേണ്ടി വരും. നിങ്ങൾ പാലാക്കാർ മാത്രം ഇങ്ങനെ രൂപാതാ എന്ന് പറഞ്ഞാൽ മതിയോ? ഞങ്ങൾ രൂപാതാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രൂപ കിട്ടിയാൽ എന്താ പുളിക്കുവോ? ഒരുപാട് രൂപ തരേണ്ടി വരും. അത് തരാം. അതെ, പറഞ്ഞ കേക്ക്. ഉല്ലാസിന് ഇപ്പൊ നല്ല നിലയും വിലയൊക്കെ ഉള്ള സമയമാണ്. അവർക്ക് എങ്ങനെ പോയാലും നമ്മുടെ പരിപാടിക്ക് എങ്ങനെ പോയാലും ഒരു 5 ലക്ഷം അങ്ങനെ മേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. 5 ലക്ഷം രൂപ അല്ലേ? 5 ലക്ഷം കൊണ്ട് നിൽക്കുവോ? അച്ഛനൊരു കാര്യം ചെയ്യ്, 5 ലക്ഷം ഒന്ന് പറഞ്ഞു നോക്കും. അതിൽ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പൈസ എത്ര വേണമെങ്കിലും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പൂത്ത കാശിന്റെ ഉണ്ട്. പൂത്ത കാശ് കയ്യിൽ വെച്ചാൽ നല്ല പൈസ അവന് കൊടുത്താൽ മതി കേട്ടോ. അവര് പറയുന്നതിനകത്ത് നമ്മൾ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്കൊരു 3 ലക്ഷം രൂപ പറയാം. 3 ലക്ഷം രൂപ പറയാമെന്ന്. ചൊറയും കുത്തിയിരിക്കുമ്പോൾ 3 ലക്ഷം രൂപയൊക്കെ ചോദിച്ചാൽ ഉള്ള പരിപാടി പോകും. ഞാൻ ഉള്ള കാര്യം പറയാം. ഇതെന്ന് പറയുന്നത് അമേരിക്കക്കാരനല്ലേ? അതുകൊണ്ട് അയാൾ പൈസ തരും. 3 ലക്ഷം രൂപ ചോദിക്കും, നമ്മൾ ജാട കാണിച്ച് ചോദിച്ചാൽ തരുമെന്ന്. 3 ലക്ഷം രൂപ ചോദിച്ചാൽ ഈ പരിപാടി ചിലപ്പം പോകും. ഇല്ലെന്ന് തരും. ഒരു കാര്യം ചെയ്യും, നമുക്ക് ആ വലിയ മോഹമൊന്നും വേണ്ട. ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഉറപ്പിക്കാം. 1.5 ലക്ഷം രൂപയാണല്ലോ വരത്തുള്ളൂ എന്ന് പറ. മനുഷ്യന്റെ കാര്യം ഉല്ലാസബന്ധം വരുവാണെങ്കിൽ 1.5 ലക്ഷം രൂപ. എന്താ? അതെ, വേറൊന്നുമല്ല. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് തിരിച്ചു പോകണില്ല. എന്നെ ഉല്ലാസനെ ഇവിടെ കെട്ടിയിടാൻ പോവാണോ? അയ്യോ, അതല്ല. ഞങ്ങൾക്ക് ഒരു റേറ്റ് പറഞ്ഞാൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. പറഞ്ഞു. ഞങ്ങൾക്ക് 1.5 ലക്ഷം രൂപയാണെങ്കിൽ ചെയ്യാം. അതും കുളമായി. 1.5 ലക്ഷം രൂപയാണെങ്കിൽ അവർ ചെയ്യാന്ന്. ബാക്കി പൈസ മിണ്ടല്ല. അത്രയും പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലേ ഉല്ലാസേ, എന്തായാലും നമുക്ക് വേണം ചില വിട്ടുവീഴ്ചകളൊക്കെ. ഉറപ്പിച്ചു. 1.5 ലക്ഷം രൂപയ്ക്ക് ഉറപ്പിച്ചു. എന്നാ പറ്റി? ഈശ്വര, ചതിച്ചല്ലോ. കേറ്റി അടിക്കേണ്ടതായി. അല്ല, ഉറപ്പിച്ചെന്നാ പറഞ്ഞത്, ഉറപ്പിച്ചില്ലെന്നല്ല പറഞ്ഞേ. അതല്ല, അപ്പൊ 1.5 ലക്ഷം രൂപയ്ക്ക് ഉറപ്പിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ വന്നോളാം. അപ്പൊ ഒരു കാര്യം, 30 വെള്ളിക്കാശ് കൊടുത്ത എഗ്രിമെന്റ് ചെയ്യും. 30 വെള്ളിക്കാശിന് എഗ്രിമെന്റ് എഴുതാൻ ഞാൻ എന്താ യൂദാസാണോ? അച്ഛനൊരു പള്ളി ഭാഷ പറഞ്ഞതേ ഉള്ളൂ. പള്ളിയിലൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അഡ്വാൻസും അടക്കം എല്ലാ പൈസയും അക്കൗണ്ടിൽ ഇട്ടേക്കാം. അയ്യോ, അക്കൗണ്ടിൽ ഇടണ്ട. അക്കൗണ്ടിൽ ഇതുപോലെ അഡ്വാൻസ് തന്ന ഒരുപാട് പൈസ കിടപ്പുണ്ട്. എനിക്ക് എടുക്കാൻ അറിയില്ല. അവർ ആ കാശ് കൊണ്ട് വേറെ ബാങ്ക് തുടങ്ങിയതാണ് ഞാൻ അറിയുന്നത്. അക്കൗണ്ടിൽ ഇടണ്ട, എനിക്ക് നേരിട്ട് തന്നാൽ മതി. നേരിട്ട് തന്നേക്കാം. എന്തായാലും എഗ്രിമെന്റ് ചെയ്യാമല്ലോ. എഗ്രിമെന്റ് ഒക്കെ ശരിയാണ്. പിന്നെ നമ്മുടെ സ്റ്റേജ് ലിസ്റ്റിലേക്ക് വേറൊന്നുമില്ല. അതായത് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ 1.5 ലക്ഷം രൂപ നമ്മൾ പറഞ്ഞല്ലോ, ഓക്കെ ആക്കിയല്ലോ. അപ്പൊ നമ്മുടെ പരിപാടിക്ക് നമ്മൾ 22 പേരാണ് വരുന്നത്. 22 പേരാണ് വരുന്നത്. അപ്പൊ അവർക്ക് വന്നിട്ട് താമസിക്കാനും അവർക്കുള്ള ഫുഡും എല്ലാം നിങ്ങൾ റെഡി ആക്കിയോണം. അപ്പൊ അതിന് വേണ്ടി ഈ പൈസക്കകത്തൊന്നും ഞങ്ങൾ എടുക്കത്തില്ല. ഈ 1.5 ലക്ഷം രൂപയ്ക്കകത്തൊന്നും അതിനകത്തൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഇത് വേറെ തരണം. 22 പേര് മെഗാ ഷോ ആണ്. അയ്യോ, 22 പേര്? 22 പേര് വേണ്ട. അതെന്താ? ഈ ഉല്ലാസ് ഒറ്റയ്ക്ക് മതി. ഉല്ലാസബന്ധം ഒറ്റയ്ക്ക് മതി. അയ്യോ, ഞാൻ ഒറ്റയ്ക്ക് വന്ന് എന്താ കാണിക്കാനാ? എനിക്ക് വൺമാൻ ഒന്നും അറിയില്ല. സത്യം പറഞ്ഞു കൊടുത്തത്. അതെ, ഞങ്ങൾ നടത്തുന്ന ഈ ക്രിസ്മസ് പരിപാടിക്ക് ക്രിസ്മസ് പാപ്പയാകുന്ന ഉല്ലാസ് പന്തളമാണ്. ക്രിസ്മസ് പാപ്പ ക്രിസ്മസ് പാപ്പയാണോ എന്നെ വിളിച്ചത്? അപ്പൊ ഞങ്ങളുടെ മെഗാഷോ അല്ലേ? പറയുന്ന കേട്ടോ, ഞാൻ ക്രിസ്മസ് പാപ്പയാണോ? എനിക്ക് പറ്റില്ല. അല്ല, നല്ല രസമായിരിക്കും. ഞാൻ പോത്തില്ല. കറക്റ്റ് വയറും ഇതെല്ലാം വെച്ചിട്ട് ക്രിസ്മസ് പാപ്പ കറക്റ്റാ. എന്തൊരു അഹങ്കാരമായിരുന്നു. സുരാജിന്റെ പരിപാടി മാറ്റി എന്റെ പരിപാടി ബുക്ക് ചെയ്ത് ചെന്നേ പറ്റൂ. ഇനി ഹലോ, എനിക്ക് പോകാൻ പറ്റത്തില്ല സുരാജ്. ഇനി പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഒപ്പിട്ട് കൊടുത്തു പോയില്ലേ? അല്ല, വേറൊരു കുഴപ്പമുണ്ടല്ലോ. ഇവരുടെ അടുത്തോട്ട് ഞാൻ ചെല്ലണമെന്ന് ഇവർക്ക് നാട്ടുകാർക്ക് ഇവർക്കൊക്കെ ആഗ്രഹമുണ്ട്. ഞാൻ ഈ ക്രിസ്മസ് പാപ്പയായിട്ട് നിൽക്കുമ്പോ ഞാനാണ് ചെന്നെന്ന് എങ്ങനെ തിരിച്ചറിയും? അത് നമ്മുടെ ഉല്ലാസന്റെ പടം വെച്ചിട്ട് ഞങ്ങൾ ഫ്ലാഷ് അടിക്കും. ഫ്ലാഷും ഒന്നും അല്ല, ഫ്ലക്സ് അടിച്ചിട്ടും കാര്യമില്ലല്ലോ. ഞാൻ ഈ കോട്ടിനകത്തല്ലേ. അപ്പൊ ഞാനാണ് വന്നെന്ന് എങ്ങനെ അറിയും നിങ്ങള്? എനിക്കറിയാലോ നീയാണ് ഇതിനകത്ത് നിൽക്കണെന്ന്. അതുപോലെ നീ സ്പോൺസർക്കും അറിയാം നീ നിൽക്കണം. അത് മാത്രാണോ നിനക്കറിയത്തില്ല നീ അതിനകത്ത് നിൽക്കണെന്ന്?
സുരാജ് എനിക്ക് പറ്റത്തില്ല, ഞാൻ പോത്തില്ല. ക്രിസ്മസ് എടോ ഇനി പോയേ പറ്റൂ. ഓൾറെഡി ഇപ്പൊ നിങ്ങൾ തമ്പും ബ്രഷ് ചെയ്ത് എല്ലാം ഇട്ട് കൊടുത്തേക്കാണ്. 5 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് ഞങ്ങൾ കേസ് കൊടുക്കും, അറിയോ? 5 ലക്ഷം രൂപ ഞങ്ങൾ പറയും. 5 ലക്ഷം രൂപ നഷ്ടം. ഒരു ദിവസത്തെ കേസല്ലേ വിളിച്ചല്ലേ, പോട്ടെ, സാരമില്ല. ഒരു ദിവസമല്ലേ ഉള്ളൂ. ഒരു ദിവസമോ? നിങ്ങൾക്കറിയോ, നാളെ മുതൽ ക്രിസ്മസ് 25 ഡിസംബർ 25 തീയതി വരെ ഞങ്ങളുടെ ഇടവകയിൽ ഓരോ വീടും കയറി ക്രിസ്മസ് പാപ്പ അയക്കൊള്ളാന്നുള്ള എഗ്രിമെന്റിലാണ് നിങ്ങൾ ഒപ്പിട്ടത്. വല്ലപ്പോഴും ഇംഗ്ലീഷൊക്കെ അറിഞ്ഞിരിക്കണം. അത് വായിച്ചു നോക്കിയിട്ടൊക്കെ വേണം ഇങ്ങനെ ഒപ്പിടാൻ വേണ്ടിയിട്ട് കേട്ടോ. നാളെ രാവിലെ അങ്ങ് ചെന്നോളാം. അത് പറ്റത്തില്ല, ഇപ്പൊ തന്നെ ക്രിസ്മസ് പാപ്പ ആകണം, ഇല്ലെങ്കിൽ ഉല്ലാസം മുങ്ങും. ഡ്രസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ കറക്റ്റ്. ഇയാളെന്താ വിചാരിച്ചേ? എല്ലാ കാര്യം റെഡിയല്ലേ? സുരാജ് എങ്ങനെയൊന്നും ഒഴിവാക്കി. ഒരു ഒഴിവൊക്കില്ല. എന്താ പറഞ്ഞത്? സുരാജിന്റെ പരിപാടി വേണ്ട, എന്റെ പരിപാടി വെക്കാൻ അല്ലേ? ഇതിനാണ് വന്ന് വീടുന്ന ഐശ്വര്യമായിട്ടൊക്കെ വെച്ചോ. 3.5 മണിക്കൂറത്തെ മെഗാ ഷോ എന്ന് വിചാരിച്ച് ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്ക് പോയി ക്രിസ്മസ് പപ്പയാകണം. സ്റ്റൈലായിട്ടുണ്ട്. ഇനി ആ പാട്ടും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കും. നന്നായിട്ട് കളിച്ചു നോക്കണം. ഞാൻ നടന്നങ്ങ് പോയാ പോരെ? കളിച്ചു പോയാ മതി. ഇതാണ് അവർക്ക് ആവശ്യം. കണ്ടോ ഇങ്ങനെ ഇതിനകത്ത് നിന്നാ ഞാനാണെന്ന് എങ്ങനെ തിരിച്ചറിയും? ഇതാണ് എന്റെ പ്രശ്നം. എടാ തന്റെ കളി കാണുമ്പോ നാട്ടുകാർ വിചാരിച്ചോളും ഇത് ഉല്ലാസ് പന്തളാണെന്ന്. അവിടെ മ്യൂസിക് ഇട്ടെ. ആ കളിക്ക് അങ്ങനെ. ഇപ്പൊ എല്ലാവർക്കും പിടികിട്ടി ഇത് ഉല്ലാസ് പന്തളാണെന്ന് കേട്ടോ. 1.5 ലക്ഷം രൂപ അത് അവർ മുതലാക്കിക്കോളും. പോക്കാം. വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ജയസൂര്യ. പറയൂ ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ. ഇപ്പൊ നമ്മുടെ കോഴിക്കോട് കളക്ടറിന്റെ ഒരു സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഒരു അടിപൊളി. എന്താണ് ഈ ചിത്രത്തിന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു കൈയടി എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഇൻസ്പിറേഷണൽ മൂവി അല്ലെ, കലക്കി ബ്രോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാറ്റസ് താങ്കൾ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ഇൻസ്പിറേഷണൽ മൂവി എന്നുള്ള ഒരു കാറ്റഗറിയിൽ അതിങ്ങനെ സീൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. സുധി വാത്മീകം എന്ന് പറയുന്നത് ആക്ച്വലി എന്തുകൊണ്ട് സു എന്ന് വന്നു എന്ന് വെച്ചാൽ അയാളൊരു സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിക്കുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് സ്വന്തം പേര് വരെ അയാൾക്ക് പറയാൻ പറ്റുന്നില്ല. അയാൾ പറയുന്നത് തന്നെ സുധി വാത്മീകം എന്നുള്ള രീതിയിലാണ് അയാളുടെ പേര് വരെ പറയുന്നത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു വിക്കുള്ള ഒരു നായകനെ വെച്ചിട്ടൊരു സിനിമ വരുന്നത്. അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ മലയാള സിനിമയിൽ ആയത് തന്നെ. അത് ജയസൂര്യ അസലായിട്ട് അഭിനയിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നിയത്. ഞാൻ ചോദിച്ചോട്ടെ, ആദ്യം ഇതുപോലെ പിന്നെ ഒരു ഊമപ്പെണ്ണിന്റെ ഒരു ഇടപ്പയർ അതിനകത്ത് ഊമ ആയിട്ടുള്ള അങ്ങനെ ഒരു വേഷം ചെയ്തു, സംസാരശേഷി ഇല്ലാത്ത ഒരാള്. അതുപോലെ തന്നെ ഹാപ്പി ജേണി എന്നുള്ള മൂവിയിൽ അന്ധനായിട്ടുള്ള ഒരു വേഷം ചെയ്തു. ഇപ്പൊ ഇറങ്ങിയ അമർ അക്ബർ ആന്റണിയിലെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു വേഷം ചെയ്തു. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇത് വിക്കുള്ള കഥാപാത്രം അല്ല, ഈ ദിലീപേട്ടനെ വെട്ടാനുള്ള പരിപാടിയാണോ? ദിലീപേട്ടനുമായിട്ട് മത്സരമാണോ? ദിലീപേട്ടൻ കുഞ്ഞുകുന്നൻ ചെയ്യുന്നു, താങ്കൾ ഇങ്ങനെയുള്ള ക്യാരക്ടർ. അദ്ദേഹം വേറൊരു ലെവലിൽ നിൽക്കുന്ന ഒരു ആക്ടറാണ്. ഞാൻ ആ പാതയിലുള്ള എനിക്ക് എന്റേതായ പാത വെട്ടിത്തെളിച്ചോണ്ടിരിക്കുന്ന ഒരു സൈഡ് വഴി കയറി അങ്ങനെയൊന്നുമില്ല. തമാശ പറഞ്ഞതാണ്. എന്നാലും ഇത്തരം തമാശകളൊക്കെ കൊള്ളുന്നുണ്ട്. അപ്പോ താങ്കളുടെ ഒരു പാട്ട് ആവാമല്ലോ അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ പാട്ട് കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ്. മക്കളെ ഞാൻ പാടാം, ഒന്നും ചെയ്യരുതല്ലേ? ഇല്ല ഇല്ല കേട്ടാ. கலைமானே கன்னிமயிலன் கண்டே உன்னை நானே. கண்ணை கலைமானே கன்னிமயிலன் கண்டே உன்னை நானே. அந்திப்பகலுனை நான் பார்க்கிறேன், ஆண்டவனே இதைதான் கேட்கிறேன். ராரிராரோ ஹுராரிரோ ராரிராரோ ஹுராரிரோ. கண்ணை கலைமானே கன்னிமயிலன் கண்டேன் உன்னை நானே.
என்றால் ஒரு வகை அமைதி, ஏழை என்றால் அதில் ஒரு அமைதி. நீயோ கிளிப்பேடு பண்பாடும் ஆனந்த குயில் பேடு, ஏனோ தெய்வம் சதி செய்தது, பேதை போல விதி செய்தது. கண்ணை கலைமானே கண்ணிமயிலன கண்டே உனை நானே, அந்திப்பகலுனை நான் பார்க்கிறேன், ஆண்டவன் இதைதான் கேட்கிறேன். ஆரிராரோ ராரிரோ ராரிராரோ ராரிரோ. காதல் கொண்டேன் கனவினை வளர்த்தேன், கண்மணி உனை நான் கருத்தினில் நிறைத்தேன். உனக்கே உயிரானே என்னாலும் என்னை நீ மறவாதே, நீ இல்லாமல் எது நிம்மதி, நீதானே என் சந்நிதி. கண்ணை கலைமானே கன்னிமயிலன கண்டேன் உனை நானே, அந்திப்பகலுனை நான் பார்க்கிறேன், ஆண்டவனே இதைதான் கேட்கிறேன். ஆரிராரோ உராரிரோ ராரிராரோ உராரிரோ ராரிராரோ உராரிரோ ராரிராரோ ഉരാരിരോ. അതെ, ജയൻ ഞെട്ടിപ്പോകുന്ന ഒരു പ്രകടനം എന്താ ഇപ്പൊ ഇവിടെ കാണാം കേട്ടോ. എന്നടാ ഇതാ ഇപ്പൊ കാണാൻ പോകുന്നുള്ള പ്രേക്ഷക ലക്ഷങ്ങൾ എല്ലാവരും ഞെട്ടിപ്പോകുന്ന ഒരു പ്രകടനമാണ്. രാരിരാരോ ഉരാരിരോ രാരിരാരോ ഉരാരിരോ. ബാ ബാ ബാ, തന്നെ വരും, തന്നെ വരും, തന്നെ വരേണ്ടവനാണ്, അത് തന്നെ നടക്കും, തന്നെ വരേണ്ടവനാണ്. നീയോ കിളിപ്പേട് പൺപാടും ആനന്ദ കുയിൽ, പിടിക്കാൻ കൂടാളുണ്ട് മകനെ. ஏனோ தெய்வம் சதி செய்தது, பேதை போல விதி செய்தது. എന്റെ പേരെന്താ? അഞ്ജൻ. അഞ്ജൻ സതീഷ് നമ്മള് വിചാരിക്കുന്ന പോലെ നിസ്സാരക്കാരനല്ല. ഒരു വലിയ വലിയ ഇതുപോലത്തെ കഴിവെന്ന് പറഞ്ഞാൽ ഇതാണ്, ദൈവത്തിൽ നിന്ന് നേരിട്ട് കൊടുക്കുന്ന കഴിവാണ്, അംഗീകരിച്ചേ പറ്റൂ. ഇതാ ജയൻ പാടി, അപ്പ തന്നെ സ്പോട്ടിൽ ആള് വരച്ചു ജയനെ. ഇതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവാർഡ് എന്ന് പറയുന്നത്. ഇതാ ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും മൂപ്പര് വരച്ച പടമാണ്. ഇതാണ് ഏറ്റവും വലിയ അവാർഡ്. സൂപ്പർ സൂപ്പർ. സോ മച്ച്, താങ്ക് യു സോ മച്ച്. ജയ, ഈ അഞ്ജനുണ്ടല്ലോ ഒരുപാട് കഴിവുകളുള്ള ഒരാളാണ്. പിന്നെ ഇദ്ദേഹത്തിന് അവാർഡ് വരെ കിട്ടിയിട്ടുള്ളതാണ്, നാഷണൽ അവാർഡ് വരെ കിട്ടിയിട്ടുള്ള ആളാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ, ചോദിച്ചറിയാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ സ്കൂൾ പ്രിൻസിപ്പലിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. മൂപ്പര് പെട്ടെന്ന് വരച്ചു കേട്ടോ, നമ്മളെ ഒരു രക്ഷയില്ല. ശരിക്കും ഞങ്ങൾക്ക് അഞ്ജനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. അഞ്ജൻ സതീഷ് എന്നാണ് ഫുൾ നെയിം. അഞ്ജൻ ഞങ്ങളുടെ സ്കൂളിനെ പറ്റി അറിയാൻ മാത്രം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര്. ഭിന്നശേഷിയുള്ള 146 കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നത്. അഞ്ജൻ ഞങ്ങളുടെ ഒരു ഡ്രോയിങ് ടീച്ചറാണ്. ഡ്രോയിങ് ടീച്ചർ കൂടിയാണ്. അഞ്ജൻ, കൺഗ്രാറ്റുലേഷൻ.
അഞ്ച് വലിയൊരു സംഭവമാണ് ശരിക്കും. 12ാമത്തെ വയസ്സിലാണ് അഞ്ച് നമ്മുടെ സ്കൂളിൽ വരുന്നത്. അതിനുശേഷം സെറിബ്രൽ പാൾസി അഫക്റ്റഡ് ആണ്, വിഷൻ ഒരു വിഷ്വലി ഇമ്പേർഡ് ആണ്, ഡെഫ് ആൻഡ് ഡംബ് ആണ്. പക്ഷേ അവൻ്റെ കഴിവുകൾ വെച്ചിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഇപ്പം നാഷണൽ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. ഐക്കൺ ഓഫ് ദി ഇയർ ആണ് കാർട്ടൂണിസ്റ്റിൻ്റെ. കാർട്ടൂൺ അക്കാഡമിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. സംസാരിക്കാൻ കഴിവില്ലാത്ത, ഞങ്ങളുടെ സ്കൂളിൽ കേൾക്കാൻ കഴിയാത്ത, എന്റെ ദൈവം, ഒരു കണ്ണിന് മാത്രമേ അല്പ കാഴ്ചയുള്ള ആ വ്യക്തിയാണ് ഇത് വരച്ചത്. നമ്മുടെയൊക്കെ എനിക്ക് തോന്നുന്നത് ഇനി കേരളത്തിൽ നിന്നും പോകുന്ന ഏറ്റവും വലിയൊരു താരം ഇദ്ദേഹം തന്നെയായിരിക്കും. ഇതാണ് സ്കൂൾ അറിയപ്പെടാൻ പോകുന്നത് ഇദ്ദേഹത്തിന്റെ പേരിലായിരിക്കും. തീർച്ചയായിട്ടും. സ്കൂള് 1998 സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. അത് തൃപ്പൂണിത്തുറയായിരുന്നു, റെന്റഡ് ഹൗസ് ബിൽഡിംഗ് ആയിരുന്നു അത്. 2005 തൃപ്പൂണിത്തുറ കുരിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് നമ്മൾ ഓൺ ബിൽഡിംഗ് ആയത്. അവിടെ 2005 അബ്ദുൽ കലാം സാറാണ് ഇനാഗ്രേറ്റ് ചെയ്തത്. ആ സമയത്ത് അഞ്ചിന് അവിടെ ഉണ്ടായിരുന്നു, അഞ്ചിൻ സ്റ്റുഡൻ്റ് ആയിരുന്നു ആ സമയത്ത്. അപ്പം അബ്ദുൽ കലാം സാറിൻ്റെ കാരിക്കേച്ചർ വരച്ചിരുന്നു സാറിൻ്റെ ബുക്കിൽ, അല്ലേ അഞ്ചൻ? സാറിൻ്റെ ബുക്കിൽ അഞ്ചിനെ പറ്റി എഴുതിയിട്ടുണ്ട്. മൂവ്മെന്റിലാണ് അത്, ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും എല്ലാം അദ്ദേഹം മനസ്സിലാക്കും. ഞങ്ങളുടെ കുട്ടികളുടെ പ്രിയപ്പെട്ട അഞ്ചൻ സാറാണ്. എന്തായാലും സത്യം ഇതാണ്, ദൈവത്തിന്റെ സ്വന്തം കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നതാണ് ഇവരെല്ലാം. ഐ ലവ് യു മക്കളെ. അഞ്ചിനൊരു എക്സാമ്പിളാണ്, നല്ലൊരു എക്സാമ്പിളാണ് എല്ലാ പേരൻസിനും. നമ്മുടെ കുട്ടികൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ്. ചിലർ പറയും അത് ബുദ്ധിവൈകല്യമുള്ള പിള്ളേരാണ്, ചിലർ പറയും മന്ദബുദ്ധികളാണ്. പക്ഷേ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ദിവസമാണ് December 3. അപ്പോൾ ആ ദിവസമാണ് രാഷ്ട്രപതിയിൽ നിന്ന് നമ്മുടെ അഞ്ചൻ ഈ അവാർഡ്, ബെസ്റ്റ് നാഷണൽ അവാർഡ് വാങ്ങിക്കാൻ പോകുന്നത്. അഞ്ചിന് ഇങ്ങനെ ആകാൻ കാരണം ഒരു ടീം എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ്. ഒന്ന് അവരുടെ പേരൻസ്, അച്ഛൻ സതീഷ്, അമ്മ ലത. അവരോട് സ്പെഷ്യൽ താങ്ക്സ്, ഇത്രയും നല്ല ഒരു ആളെ നമുക്ക് തന്നതിന്. ഒരു ഫാമിലിയുടെയും സ്കൂളിൻ്റെ സ്റ്റാഫിൻ്റെയും കൂടെ ഒറ്റ ആ ഒരു ടീം എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ് അഞ്ചൻ 12 സർജറിയോളം ഈ ശരീരത്തിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. നമ്മൾ ആരും ഹെൽപ്പ് ചെയ്യണത് അഞ്ചിന് ഇഷ്ടമല്ല, അഞ്ചൻ തന്നെ നടക്കും. അഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം ഇൻഡിപെൻഡന്റ് ആവശ്യമില്ല, അത്രേ ഉള്ളൂ. ഒരാളുടെ സഹായം വേണ്ട, അല്ലേ? അതെ. താങ്ക് യു മാഡം. താങ്ക് യു മാഡം. അഞ്ചൻ എനിക്ക് വേണ്ടി ഒരു നല്ലൊരു ഗിഫ്റ്റ് തന്നു. തീർച്ചയായിട്ടും അഞ്ചലിലൂടെ ഒരുപാട് ഗിഫ്റ്റുകൾ നമുക്ക് ഇനിയും ലഭിക്കാനുണ്ട്. വെരി ഗുഡ്. ഓക്കെ, നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത ആ ഒരു നമ്പർ 1. അയ്യോ ഞാൻ ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്. കാരണം ഇത്രയും പ്രതിഭകളുടെ കൂടെ എന്നെയും അദ്ദേഹം വരച്ചു എന്നുള്ളിടത്താണ് ഏറ്റവും വലിയ കാര്യം. കലാം സാറിനെ കണ്ട കണ്ണുകളാണ്, കലാം സാറിനെ തൊട്ട ശരീരമാണത്. എനിക്ക് അതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ വന്നപ്പോ കാണുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അഞ്ചിന്റെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ു. അദ്ദേഹത്തിനും ഇതുപോലൊരു ചിത്രം വരച്ചു കൊടുക്കുകയുണ്ടായി. എന്റെ ദൈവം, നമ്മുടെ അഭിമാനമാണ് നിൽക്കുന്നത്. ഭയങ്കര വലിയ കൈയടി കൊടുക്കണം. ഇനി മോന് അങ്കിള് എന്താ ചെയ്യണ്ടേ? ഒന്നുമില്ല, ഇപ്പൊ ഇതിൽ കണ്ടിട്ടുള്ള ഒരുപാട് പേരുടെ പടം വരച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ മലയാളത്തിന്റെ അഭിമാനത്തിന്റെ ഒരു ശബ്ദം അണ്ണനും ഇമിറ്റേറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ ഭരത് ലാലേട്ടന്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാം. ഓക്കെ. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. ബെല്ലാരം കല്ലുകൾ ഉരുകുന്ന ഒരു വേനൽ പകലിൽ ഖാളിയാർ ഗർജിച്ചു. മിയ ടാൻസിന്റെ ഖാളിയാർ, ഖരാനകളുടെ ഖാളിയാർ, ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങളിൽ ദ്രുപതിൻ്റെ വിറയാർന്ന വേദന കേൾക്കാൻ ചെവിയോർത്താൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് മോഹമായിട്ട് നേരെ ചെന്ന് കയറിയത് ഒരു സിംഹത്തിൻ്റെ മടയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഊരു തെണ്ടിയുടെ ഓട്ടക്കേശയിൽ എന്തുണ്ട്? സപനോं की जिंदगी जो कभी नहीं खत्म हो जाती है. താങ്ക് യു. അണ്ണ മിമിക്രി തന്നെ തുടരണം. താങ്ക് യു സോ മച്ച്. സൂപ്പർ. അതെ, ഇനി ഞങ്ങൾക്ക് വേറൊരു ഗിഫ്റ്റ് വേണം. വേറൊന്നുമല്ല, ഇവിടെ ആരോ ഗംഭീരമായിട്ട് പാടുന്നു, മിമിക്രി ചെയ്യുന്നു എന്നൊക്കെ. പാട്ട് പാടുന്ന കലാകാരനുണ്ട്. അദ്ദേഹം തുടക്കത്തിൽ തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു പാട്ട് പാടി, ഇനിയും പാടും. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇനി മിമിക്രി ആയാലോ? തീർച്ചയായിട്ടും
മിമിക്രി ചെയ്യുന്ന ഒരു പുലി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. ആരാണത്? അതുകൊണ്ട് അടുത്ത പുലി. വാ. നമ്മുടെ സൂപ്പർ സ്റ്റാർ അടുത്ത. എന്താ പേര്? എവിടെ? തൃശ്ശൂർ വീട്? ഏതാ മമ്മി എവിടെ? മമ്മി. യെസ്. അപ്പൊ എൽദോ ഞങ്ങൾക്ക് വേണ്ടി ഒരു മിമിക്രി ചെയ്യണം. ആരുടെ ശബ്ദ എൽദോ ഇമിറ്റേറ്റ് ചെയ്യുന്നത്? മമ്മൂക്ക. യെസ്, നമ്മുടെ സ്വന്തം മമ്മൂക്ക. റെഡി. ചുണ്ടുമിരാരുടെ മക്കളെ, ചന്ദന തൊപ്പിക്കാൻ ആരുമില്ല മക്കളെ, ഞാനും കൂടെ ഇരിക്കേണ്ട ഇളയത്തിൻ്റെ, ഞാനും പരശുമാമൻ, ഞാൻ മമ്മൂട്ടിയാണ്. കേട്ടമനെ മമ്മൂക്ക സ്വന്തം മമ്മൂട്ടി. ഇനി ആരെയാ ചെയ്യാ? ലാലേട്ടൻ. ഹിമണ്ടകെ സിന്ദഗി ജോജേക്ക് ഹരാര സിന്ദഗി പാർട്ടിക്കുക സവാരഗിരി ഉണ്ടക്കി ശേഖര ചവിട്ടി തന്ന പാതോട് എപ്പോ ബർദിനിഷ. അതൊന്ന് നോക്കി പഠിക്കുന്നത് നന്നായി. ഞാൻ നോക്കായിരുന്നു. ഇനി അടുത്ത നീ അച്ഛമാമൻ. അച്ഛമാമൻ. കേളയത്തിന്റെ ഞാൻ ഇന്ദിങ്ങൾ ഞാൻ ഉൾക്കാണ്ട് ഞാൻ പ്രവാദിക്കും. ഇനി ആരെയാ? ഉമ്മൻചാണ്ടി അച്ഛനാ. ഉമ്മൻചാണ്ടി. എന്താ പറഞ്ഞാ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ കേരളത്തിന്റെ എല്ലാവർക്കും നന്ദി നമസ്കാരം. സത്യമാഷ്. അമ്മേ അമ്മയുടെ മോൻ ഞാൻ കടലിൽ പോയി, ഞാൻ കുമ്മടെ പിടിച്ചു. അമ്മേ സൂപ്പർ. പ്രേം നസീർ. ഓക്കെ. അടിപൊളി. ഇദ്ദേഹം ബാലചന്ദ്ര മേനോയ്. ബാലചന്ദ്ര മേനോൻ. ഞാനിവിടെ നിൽക്കുന്ന എൻ്റെ സ്വന്തം ദിസുരിയും എല്ലാവർക്കും താങ്ക് യു. ജനാർദ്ദനൻ അല്ല ജയൻ. ഓക്കെ. അല്ല, ശരിക്കും പറയട്ടെ, അവന്റെ പ്രകടനം കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ മിമിക്രി വീട്ടിൽ പോട്ടോ. വെള്ളാപ്പള്ളി. ഞാൻ ഉദ്ഘാടനം ചെയ്യണില്ല. ഈ സാരി ഇവിടെ നിൽക്കണ്ടല്ലോ. ജനാർദ്ദനൻ. ഓക്കെ. നമ്മുടെ സിനിമയിലെടുത്തു. എന്താ നിക്കണോ നിന്റെ സിനിമയിലെടുത്തോ? അടിപൊളി അടിപൊളി. താങ്ക് യു. സൂപ്പറായിരുന്നു. എന്തായാലും ഒരുപാട് വലിയൊരു കയ്യടിയാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്. ജയസൂര്യ. ജയസൂര്യ ഇപ്പൊ ഇവിടുത്തെ കലാകാരന്മാരെയൊക്കെ കണ്ടല്ലോ. ഇനിയുണ്ട് ഒരുപാട് കലാപ്രകടനം കാഴ്ചവെക്കുന്ന ആൾക്കാർ. ജയസൂര്യ പാട്ട് പാടിയല്ലോ. നോക്കി പഠിച്ചോട്ടെ. തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. ജയസൂര്യ പാട്ട് പാടിയല്ലോ. അതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. വരൂ, മോന്റെ ഒരു പാട്ട് കേൾക്കാം. ദൈവമേ, ഇപ്പൊ മനസ്സിലാവും യഥാർത്ഥ പാട്ട് എന്താണ്. പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ, തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ, മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ. ശരി, പാടണം. പഠിക്കും. ജേക്കബ്.
ജേക്കബ് പാട്ട് പാടുക. ജേക്കബ് പാട്ട് പാടുവോ? പാടിക്കോ. അക്കരെ കാവിലെ ചക്കര മാവിലെ കാക്കച്ചി പെണ്ണിനു കല്യാണം മരതക പൂമാല മെന്നെന്ന പൂഞ്ചല മുക്കുതുള ചോരമുഖത്തെ കാൽനകമാവിനു മൈലാഞ്ചി മാമ്പൂത്തോരണം അഞ്ചല കണ്ണെഴുതി ആലിലത്താളി ചാത്തി അരപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു മണവാളനെത്തും നേരം ഉടുമയിൽ ചൂടാനൊരു ഉടമുല്ല മാല മാല കോത്തിരുന്നു. ഇനി വേറൊരു മോളും കൂടെ പാടാനായിട്ട് റെഡി ആയിരിക്കും. ഓക്കെ. ചെമ്പരത്തിപ്പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഥഘോഷം. ചെമ്പരത്തിപ്പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഥഘോഷം. ദേവനു നൽകാൻ കയ്യിൽ നടത്തിൽ നൈവേദ്യമോ. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. എന്താ വലിയ കാമദേവനാണെന്ന വിചാരം? ആ വിടവുള്ള പല്ലും മോണകാട്ടിയുള്ള ചിരിയും ആനയെ വലിച്ചു കയറ്റാവുന്ന മൂക്കിന്റെ ദ്വാരവും പിന്നെ ത്രികോണ ത്രികോണ എന്നുള്ള നടപ്പും കണ്ട ഏത് പെണ്ണ് വരുമെന്നാ? यूं तो मैं दिखलाता नहीं तेरी परवाह करता हूँ मैं मान. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ്. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം സുധി വാത്മീകത്തിന്റെ കപ്പിത്താൻ. അതെ. യെസ്, അതിന്റെ എല്ലാമായ ഡയറക്ടർ ആൻഡ് തിരക്കഥാകൃത്ത് രഞ്ജിത്ത് ശങ്കർ. വരണം വരണം, ഹിറ്റുകളുടെ രാജകുമാര. പറയൂ, എന്തൊക്കെയുണ്ട് കേട്ടോ ഈ വിജയ വേളയിൽ പറയാനുള്ളത്? സിനിമ റിലീസ് ചെയ്തു, നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അതിൽ സന്തോഷത്തിലാണ്. സിനിമ ഹിറ്റ് ആവുന്നതിന് തൊട്ട് മുമ്പ് ഹിറ്റായ വേറൊരു സാധനം ഉണ്ടായിരുന്നു. നമ്മുടെ സംവിധായകന്റെയും അതുപോലെ പ്രൊഡ്യൂസറായ നടന്റെയും രണ്ടുപേരുടെയും ആ ഒരു മാനസികാവസ്ഥ ഷെയർ ചെയ്യുന്ന ഒരു വാട്സ്ആപ്പ് ചാറ്റ്. അത് ആരാണ് ഷെയർ ചെയ്യുന്നത്? ഒരു കാര്യമില്ല, ഞങ്ങള് വളരെ രഹസ്യമായിട്ട് പടത്തിന്റെ തലേദിവസം ഞാൻ പറയും ഹിറ്റാകുക മനുഷ്യ. അപ്പോൾ മുപ്പര് എനിക്കറിയാൻ പാടില്ല, ഹിറ്റ് അല്ലെങ്കിൽ ഞാൻ നാട് വിടും എന്ന് പറഞ്ഞ് പുള്ളി എനിക്ക് മെസ്സേജ് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ നാട് വിടില്ല, ഞാൻ വല്ല എലി വിഷം കഴിക്കും എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് അയക്കുന്നു. ഇങ്ങനെ അത് കട്ട് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടേക്കണം. ലാസ്റ്റ് കംപ്ലീറ്റ് ചാനൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പൂജയ്ക്കുന്നു. ജയസൂര്യ അല്ലെ മീൻസ് സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ജയസൂര്യ എലി വിഷം കഴിക്കാൻ പോകുന്നു, രഞ്ജിത്ത് ശങ്കർ നാട് വിടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു ചെറിയ കാര്യം പറയാം. എന്നോട് ഒരു താരം ഞാൻ സിനിമകൾ ചെയ്തുമ്പോൾ ഒരു സഹതാരത്തിനെ കുറിച്ച് ഒരിക്കൽ മാത്രം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അർജുനൻ സാക്ഷി എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ. അപ്പോൾ സാധാരണ നമ്മളൊരു പ്രധാന നടൻ്റെ ഡേറ്റിനനുസരിച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും പ്രധാന നടൻ വരുന്നു, ആ ഡേറ്റ് എങ്ങനെ ചെയ്യുന്നു എന്ന രീതിയിലാണ്. അപ്പോൾ ഒരു ദിവസം രാവിലെ പൃഥ്വിരാജാണ് പ്രധാന നടൻ ആ സിനിമയിൽ. അപ്പോൾ ഒരു ദിവസം രാവിലെ ഷൂട്ടിംഗ് ലേറ്റ് ആയിട്ടാണ് തുടങ്ങുന്നത്. ഞാൻ സാറിന് രാവിലേക്ക് ഷൂട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ആ ലൊക്കേഷൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ കുറച്ചും കൂടെ വേറൊരു സംഭവമൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള ശ്രമത്തിലേക്കാണ്. അപ്പം പൃഥ്വിനെ ഒരു 10 മണിയാകുമ്പോൾ എന്നെ വിളിക്കുകയാണ്. നീ എന്താ ഷൂട്ടിംഗ് തുടങ്ങാത്തത്? സുരാജേട്ടൻ ഡേറ്റ് അല്ലേ? സുരാജേട്ടൻ്റെ ഡേറ്റ് വെച്ചിട്ട് നീ കളിക്കുകയാണോ 7 മണിക്ക്? എന്നോട് ആകെ കൂടി ഒരു താരം ഒരു സഹതാരത്തിന് പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. താങ്ക് യു. ഓക്കെ. ഈ പ്രോഗ്രാം തന്നെ പറഞ്ഞതുപോലെ സുരാജേട്ടൻ്റെ കയ്യിൽ നിന്ന് ഈ എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് തന്നെയാണ് ഈ പ്രോഗ്രാമിലേക്ക് വന്നേക്കുന്നത്. കാരണം ഒരു രക്ഷയില്ല, ഇങ്ങനെ ഡേറ്റ് കിട്ടാൻ വേണ്ടി പറന്ന് കിടക്കും. ഇത് പറഞ്ഞ് വല്ലപ്പോഴും ഇപ്പൊ സിനിമ ചെയ്യുന്നുണ്ട്. നീ ഇങ്ങനെ വാനോളം എന്നെ ഇങ്ങനെ പുകഴ്ത്തി ഉള്ള സിനിമയും കൂടെ ഇല്ലാതാക്കല്ല. നീയോ വിളിക്കുന്നില്ല. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. സുധി വാത്മീകത്തിന്റെ ആ വിജയാഘോഷവും കൂടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. അത് നമ്മുടെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് ഡെഡിക്കേറ്റ് ചെയ്യാണ് നിങ്ങൾക്ക്. ആ വിജയം നമ്മളങ്ങ് ഏറ്റെടുത്തു. എന്തായാലും കേരളത്തിലൊക്കെ വല്ലപ്പോഴും ഒക്കെയാണ് ഇങ്ങനത്തെ ഉള്ള ഒരു വലിയ മെഗാ ഹിറ്റ് സിനിമകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ മെഗാ ഹിറ്റിൻ്റെ ഒക്കെ ഭാഗമാകാൻ താങ്കൾക്ക് സാധിച്ചു. അത് തന്നെയാണ് ഒരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം, അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യവും.
അത് കിട്ടിയ ഒരാളാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇപ്പോൾ ജനങ്ങളെല്ലാം തിയേറ്ററിൽ ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സുധി വാത്മീകം കാണാൻ. കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സുധി വാത്മീകം കാണും. അമർ അക്ബർ അന്തോണിയിലെ ഒരു ഡബ് സ്മാഷ് ഉണ്ടല്ലോ, ഒരു പണിയില്ലാതിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ 3 കൂടി ചെയ്ത പരിപാടിയാണ്. അതെ, അത് ഉഗ്രനായിരുന്നു. അപ്പൊ അതുപോലെ നമുക്കൊരു ഡബ് സ്മാഷ് ചെയ്യാം. ഏകാന്ത ചന്ദ്രികയല്ല, മമ്മൂക്കയും ലാലേട്ടനും കൂടെ മത്സരിച്ച് അഭിനയിച്ച് ഗംഭീരമാക്കിയ ഒരു സിനിമയുണ്ട്. അത് നമുക്ക് രണ്ടുപേർക്കും ചളമാണ്. ഹരികൃഷ്ണൻ എന്നുള്ള ചിത്രത്തിലെ ഒരു ചെറിയ പോർഷനാണ് ഇപ്പൊ ഇവർ രണ്ടുപേരും കൂടെ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇന്നാ ഇതൊക്കെ ഒരു നിമിത്തം. അല്ലെങ്കിൽ ഇത്രയും കാലം വിവാഹത്തിന്റെ കാര്യം പോലും ഞാൻ ആലോചിക്കായിരുന്നു. എന്താ പെണ്ണ് കിട്ടാത്തതുണ്ട്. എനിക്കോ എനിക്കോ എന്താ വലിയ കാമദേവനാണെന്ന വിചാരം? ആ വിടവുള്ള പല്ലും മോണ കാട്ടിയുള്ള ചിരിയും ആനയെ വലിച്ചു കയറ്റാവുന്ന മൂക്കിന്റെ ദ്വാരവും പിന്നെ ത്രികോണ എന്നുള്ള നടപ്പും കണ്ട ഏത് പെണ്ണ് വരുമെന്ന? ആ മപ്പങ്ങ കൗളും ചളിങ്ങിയ മൂക്കും പിന്നെ ആമവാദം പിടിച്ചമാര് തോളും തൂക്കിയിട്ടുള്ള നടപ്പും കണ്ട പെമ്പിള്ളേര് പ്ലെയിനിൽ കയറി വരും അങ്ങ് ഈജിപ്തിന്ന്. എന്റെ കിന്ന ആ മൂക്കൊന്ന് പൊത്തിപ്പിടി. ഏതെങ്കിലും പെമ്പിള്ളേരൊന്ന് നോക്കിക്കോട്ടെ ആ മുഖത്തേക്ക്. മതി മതി, വലിയ ആളാവണ്ട, വലിയ ആളാവണ്ട. പൊളിച്ച് രണ്ടുപേരും പൊളിച്ചടുക്കിയിരിക്കുകയാണ്. താങ്ക് യു. മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഒരു കോമ്പറ്റീഷൻ എന്നൊന്നും ഞങ്ങൾ പറയില്ല, പക്ഷെ എല്ലാവരും അടിപൊളിയായിരുന്നു. ഇനി നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം മക്കൾക്ക് സ്വീറ്റ്സ് വിതരണമാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ സ്വീറ്റ്സ് കൊടുക്കാം. ഓക്കെ? मैं कभी बतलाता नहीं पर अंधेरे से डरता हूँ मैं माँ, यूं तो मैं दिखलाता नहीं, तेरी परवाह करता हूँ मैं माँ, तुझे सब है पता है ना माँ, तुझे सब है पता मेरी माँ। भीड़ में यूं न छोड़ो मुझे, घर लौट के भी आना पाऊँ माँ, भेजना इतना दूर मुझको तो, याद भी तुझको आना पाऊँ माँ, क्या इतना बुरा हूँ मैं माँ, क्या इतना बुरा मेरी माँ। എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ജയൻ ശങ്കർ ഏട്ട എന്തായാലും ഇവിടെ വന്നതിൽ. അനുഭവ കഥകളും സിനിമയുടെ കഥകളും എല്ലാം പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ സിനിമ ഇനിയും ഒരുപാട് ഹിറ്റുകളിലേക്ക് വളരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇനി നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം നമുക്ക് നിന്ന് ഇതിൻ്റെ ഒരു ശുഭ സമാപ്തിയിലേക്ക് പോകാം. റെഡി മക്കളെ? വാ. ആദർ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ നിൽക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. എന്തായാലും എല്ലാവർക്കും, ജയസൂര്യ, ശങ്കരേട്ട, എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേക്കണം. സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും അതുപോലെ തന്നെ വരാത്ത എല്ലാ ടീച്ചേഴ്സിനും സ്കൂൾ അധികൃതർക്കും ഞങ്ങളുടെ ഒരു ബിഗ് ഹായ്. അതുപോലെ തന്നെ എനിക്കൊരു കത്ത് തന്നൊരു കൊച്ചു കുഞ്ഞ്, എൻ്റെ അടുത്ത വീട്ടിലെ കാവ്യയ്ക്കും അശ്വതിക്കും കുഞ്ഞുമക്കളായ അമൃതയ്ക്കും നിരഞ്ജനും ഒരു ഹായ് പറയണം. ഒന്ന് പറഞ്ഞേക്കും. ഹായ് എല്ലാവർക്കും ഹായ്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ-പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസിന്റെ മനസ്സ് നിറയ്ക്കുന്ന ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും വീണ്ടും നാളെ കാണാം എന്ന ശുഭ പ്രതീക്ഷയോടും കൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ബൈ.
അന്നത്തി കടകണമുണ്ടത്തി പരലിന പോട്ടി മാനത്ത് പറകണ ചമ്പരന്തിന്റെ കഞ്ചല കലകി പോട്ടി കഞ്ചല കലകി പോട്ടി കമ്മരത്തിലെ കാക്കി കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമരേ കാതിൽ തേമഴേ കണ്ടം പുട്ടടി പൂഞ്ചോലേ പാടം പൂത്തതറിഞ്ഞോടി പൂവരമ്പിൽ വാടി കന്നി മടന്നേ നാടൻ കാറ്റു കിതച്ചോടും ഞാറ്റിറമ്പിൽ കൂടാം കാട്ടുകരിമ്പേ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് co-presented by കൈരളി TMT സ്റ്റീൽ ബാസ് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കൈരളി TMT സ്റ്റീൽ ബാസ് ഇത് കലക്കിട്ട ബ്രോ. എന്താ വലിയ കാമദേവനാണെന്ന വിചാരം? ആ വിടവുള്ള പല്ലും മോണകാട്ടിയുള്ള ചിരിയും ആനയെ വലിച്ചു കയറ്റാവുന്ന മൂക്കിന്റെ ദ്വാരവും പിന്നെ ത്രികോണ ത്രികോണ എന്നുള്ള നടപ്പും കണ്ട ഏത് പെണ്ണ് വരുമെന്ന? ആ മത്തങ്ങ കൗളും ചളിങ്ങിയ മൂക്കും പിന്നെ ആമവാദം പിടിച്ചമാര് തോളും തൂക്കിയിട്ടുള്ള നടപ്പും കണ്ട പെമ്പിള്ളേര് പ്ലെയിനിൽ കയറി വരും അങ്ങ് ഈജിപ്തിൽ നിന്ന്. എന്റെ കിന്ന ആ മൂക്കൊന്ന് പൊത്തിപ്പിടി. ഏതെങ്കിലും പെമ്പിള്ളേരൊന്ന് നോക്കിക്കോട്ടെ ആ മുഖത്തേക്ക്. മതി മതി, വലിയ ആളാവണ്ട, വലിയ ആളാവണ്ട. കൈരളി TMT സ്റ്റീൽ ബാസ് ഇത് കലക്കിട്ട ബ്രോ.